അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 4ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 23ാമത്തെ പാഠം മാലും റാബിഹ്. മദീനയിലെ ധനികരിൽ ഒരാളായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അൽ മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തുള്ള ബൈറുഹാ തോട്ടത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് തൻ്റെ സമ്പത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആ തോട്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ശുദ്ധജലം കുടിക്കാൻ അവിടെ വരുമായിരുന്നു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്കിഷ്ടപ്പെട്ടതിൽ നിന്ന് ദാനം ചെയ്യുന്നതുവരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ബൈറുഹാ തോട്ടം അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലം എൻ്റെ നാഥനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നബിയെ, തോട്ടം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖിൻ, അത് ലാഭം കിട്ടുന്ന ധനമാണ്. അത് നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്കിടയിൽ ഭാഗിക്കുക. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് ബൈറുഹാ തോട്ടം കുടുംബങ്ങൾക്ക് ഭാഗിച്ചു നൽകി. അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നവർ പരീക്ഷണത്തിൽ വിജയിക്കും. അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുന്നവർ പരാജയപ്പെടും. പള്ളി, മദ്രസ പരിപാലനം, ദാനധർമ്മങ്ങൾ, കുടിവെള്ളം നൽകൽ, സാന്ത്വന പ്രവർത്തനം തുടങ്ങിയ പൊതു ആവശ്യങ്ങൾക്കും രോഗികളെ ചികിത്സിക്കാനും മറ്റും ചെലവഴിക്കുന്നത് പുണ്യകർമ്മമാണ്. ഇത്തരം നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നവരെ അല്ലാഹു തആല സഹായിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ദാനം ചെയ്താൽ എന്താണ് ലഭിക്കുക? അഹ്മദ് കബീർ ചോദിച്ചു. ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സമ്പത്ത് വർദ്ധിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. ഇഹലോകത്ത് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും. ദാനം ചെയ്യുന്നതിലൂടെ അല്ലാഹു തആലയിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കാവൂ. പ്രശസ്തിയോ ഐഹിക നേട്ടങ്ങളോ ആഗ്രഹിക്കാൻ പാടില്ല. ദുരാഗ്രഹങ്ങൾ സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും. രഹസ്യമായി ചെയ്യുന്ന സ്വതക്കക്ക് പ്രതിഫലം കൂടുതലാണ്. പിശുക്ക് ഒരു ദുർഗുണമാണ്. നല്ല കാര്യത്തിൽ പണം ചെലവഴിക്കുന്നതിനെ അത് തടയും. സമ്പത്തിനോടുള്ള ആർത്തി അല്ലാഹു തആല നൽകുന്നതാണെന്ന ചിന്തയുടെ കുറവ്, ദാരിദ്ര്യ ഭയം തുടങ്ങിയവ പിശുക്കിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ അഅ്തി മുംഫിക്കൻ ഖലഫ, അല്ലാഹുമ്മ അഅ്തി മുംസിക്കൻ തലഫ. അല്ലാഹുവേ, ദാനം നൽകുന്നവർക്ക് നീ പകരം നൽകണമേ, പിശുക്ക് കാണിക്കുന്നവർക്ക് നീ നാശം നൽകണമേ എന്ന് നിത്യവും 2 മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ. ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഇതിൻ്റെ അർത്ഥങ്ങൾ കാണാം, അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. ആലിസുൽ അശ്റൂൻ 23ാമത്തെ പാഠം മാലുൻ റാബിഹ്. നുബയ്യുൻ സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. ബഖിൻ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്കിഷ്ടപ്പെട്ടതിൽ നിന്ന് ദാനം ചെയ്യുന്നതുവരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ബൈറുഹാ തോട്ടം അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലം എൻ്റെ നാഥനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നബിയെ, തോട്ടം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖിൻ, അത് ലാഭം കിട്ടുന്ന ധനമാണ്. അത് നിങ്ങൾ അടുത്ത കുടുംബക്കാർക്കിടയിൽ ഭാഗിക്കുക. ഇനി ചോദ്യം മുജീബ്, ഉത്തരം എഴുതുക. 1. അല്ലാഹു തആല നമുക്ക് സമ്പത്ത് നൽകിയത് എന്തിനാണ്? നമ്മെ പരീക്ഷിക്കാൻ. 2. സമ്പത്ത് ചെലവഴിക്കാൻ പാടില്ല എങ്ങനെയെല്ലാം? അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുക. 3. ദാനധർമ്മങ്ങൾ നൽകേണ്ട
പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ: പള്ളി, മദ്രസ പരിപാലനം, ദാനധർമ്മങ്ങൾ, കുടിവെള്ളം നൽകൽ, സാന്ത്വന പ്രവർത്തനം തുടങ്ങിയ പൊതു ആവശ്യങ്ങൾക്ക്, രോഗികളെ ചികിത്സിക്കാനും. 4. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടത്തിൻ്റെ പേരെന്ത്? ബൈറുഹാ. 5. എപ്പോഴാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ തോട്ടം സംഭാവന നൽകിയത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ദാനം ചെയ്യുന്നത് വരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയപ്പോൾ. ഇനി നുൻഷുൽ ജമൽ, ജുംല ഉണ്ടാക്കുക. തംറത്തുൻ ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ. അസ്സദഖത്തു റദ്ദുൽ ബലായ. 3. തലഫ് അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. ഖലഫ് അല്ലാഹുമ്മ അഅതി മുംഫികൻ ഖലഫ. ഇനി അടുത്ത് 4ാമത്തെ തഖ്സീസ് കാണാം. നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്ത അനുഭവം എഴുതുക. പ്രിയപ്പെട്ട കൂട്ടുകാർ ചെയ്ത ദാനധർമ്മങ്ങളുടെ അനുഭവക്കുറിപ്പ് അവിടെ എഴുതി കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.